പോലീസ് നാട്ടിൽ തിരയുന്നതിനിടെ വിദേശത്തുണ്ടെന്ന് വെളിപ്പെടുത്തി വിവാഹ തട്ടിപ്പുകാരൻ രാഹുൽ. സിംഗപ്പൂരിലെന്ന് സൂചന. പോലീസ് വീഴ്ചയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മാർച്ച്. CAA നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ പ്രചാരണ വിഷയമാക്കി മോദി. CAA ഇല്ലാതാക്കാൻ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് വെല്ലുവിളി. മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന തെളിവാണ് CAA എന്ന് പ്രധാനമന്ത്രി. ഹർജി പരിഗണനയിലിരിക്കെ CAA നടപ്പാക്കിയത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം കോടതിയിലേക്ക്. സംസ്ഥാന കോൺഗ്രസിലെ തർക്കം മുറുകുന്നു. MM ഹസൻ തിരിച്ചെടുത്ത KPCC സെക്രട്ടറിയെ സുധാകരൻ സസ്പെൻഡ് ചെയ്തു. കൂടിയാലോചനയില്ലാതെയാണ് തിരിച്ചെടുത്തതെന്ന നിലപാടിൽ സുധാകരൻ. A ഗ്രൂപ്പിൽ അമർഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. 4 വയസ്സുകാരിക്ക് വിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ. അവയവം മാറിയതിന് ഡോക്ടർ മാപ്പ് പറഞ്ഞെന്ന് ബന്ധുക്കൾ. ഗുണ്ടകൾക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെ കൊച്ചി തോപ്പുംപടിയിലെ അരുംകൊല. നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ. അയൽവാസിയെ കടയിൽ കയറി കൊലപ്പെടുത്തിയ അലൻ നിരവധി കേസുകളിൽ പ്രതി. തലസ്ഥാനത്ത് ഓപ്പറേഷൻ ആഗ് തുടർന്ന് പോലീസ്. തലസ്ഥാന ജീവിതം താറുമാറാക്കി കുത്തിക്കിളച്ച റോഡുകളിലൂടെ ന്യൂസ് 18 യാത്ര. പണിതിട്ടും തീരാത്ത അറ്റകുറ്റപ്പണി. പ്രധാന റോഡുകളിൽ കാൽനടയാത്ര പോലും ദുസ്സഹം. എന്ന് തീരും ഈ ദുരിതമെന്ന് ചോദിച്ച് നഗരവാസികൾ. വഴിയുണ്ടോ? സ്പെഷ്യൽ ക്യാമ്പയിൻ. ഒമാനിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് ബന്ധുക്കൾ. രാജേഷിനെ കാണാൻ ഭാര്യയ്ക്ക് കഴിയാത്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം കാരണം. ഉറ്റവരെ കാണാതെ മരണമടഞ്ഞ രാജേഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ട്രെയിനുകളിൽ TTE-മാർക്ക് നേരെ വീണ്ടും ആക്രമണം. ഐലൻഡ് എക്സ്പ്രസിലും ചെന്നൈ മെയിലിലും മർദ്ദനം. 3 പേർ അറസ്റ്റിൽ. കയ്യേറ്റം ടിക്കറ്റ് ഇല്ലാത്ത യാത്ര ചോദ്യം ചെയ്തതിന്. എറണാകുളം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞുകൊന്ന യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ കേസ്. തൃശൂർ സ്വദേശി റഫീഖിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പോലീസ്. സുനിൽ ഛേത്രി ബൂട്ടഴിക്കുന്നു. വിരമിക്കൽ പ്രഖ്യാപിച്ച് രാജ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിച്ച ഫുട്ബോൾ താരം. ജൂൺ 6-ന് കുവൈറ്റിനെതിരെ അവസാന മത്സരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. അവയവം മാറി ശസ്ത്രക്രിയ നടത്തി. കയ്യിലെ ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിക്ക് നാവിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിക്കാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. പക്ഷേ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ പരാതിയില്ല. ആശയവിനിമയത്തിലെ അപാകതയാണെന്നാണ് വിശദീകരണം. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഇക്കാര്യത്തിൽ ആർക്കാണ് തെറ്റുപറ്റിയത്? വിരലിൽ 6ാമത്തെ വിരലുണ്ടായിരുന്നു, അത് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റുക എന്നുള്ളതായിരുന്നുവല്ലോ. അതിൽ എന്തുകൊണ്ട് നാവിൽ ശസ്ത്രക്രിയ നടത്തി? എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നുണ്ടോ മെഡിക്കൽ കോളേജ്? ഗുരുതരമായ പിഴവാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്ന കാര്യം ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതർ സമ്മതിക്കുന്നു. കാരണം ഇടത് കൈയിലെ 6ാം വിരൽ ശസ്ത്രക്രിയയ്ക്കാണ് 4 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ ശസ്ത്രക്രിയ കഴിഞ്ഞ് മുറിയിലെത്തിച്ചപ്പോൾ ആ കുട്ടിയുടെ നാവിനടിയിൽ പഞ്ഞി ഇരിക്കുന്നത് കണ്ടാണ് ചോദിച്ചതൊപ്പം കൈവിരൽ പരിശോധിച്ചപ്പോൾ 6ാമത്തെ വിരൽ അതുപോലെ തന്നെ ഉണ്ട്. അത് ശസ്ത്രക്രിയ ചെയ്തിട്ടുമില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ആ കുട്ടിയെ കൊണ്ടുവന്ന നഴ്സ് നാവിനാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്ന് പറയുകയും ചെയ്ത്. എന്തായാലും നാവിന് ശസ്ത്രക്രിയ നടത്തുന്നുവെന്ന് കാട്ടി ഒരു അനുമതിയും കുടുംബത്തിൽ നിന്ന് വാങ്ങിയിരുന്നില്ല. ഇത് സംബന്ധിച്ച ഒരു വിവരവും കുടുംബത്തിന് നൽകിയിരുന്നുമില്ല. ഇതേ തുടർന്നാണ് ആശുപത്രി അധികൃതരുമായി ഈ കുടുംബം ചർച്ച ചെയ്ത്. ഇതേ തുടർന്നാണ് ഈ ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് പറ്റിയ പിഴവാണ് ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയ നടന്നതെന്ന വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ ഈ കുടുംബത്തോട് നൽകിയ വിശദീകരണം എങ്ങനെയാണ്? ഈ കുട്ടിക്ക് കൈക്ക് ശസ്ത്രക്രിയയുണ്ട്. ഈ കുട്ടിയുടെ പിന്നാലെ അടുത്ത ശസ്ത്രക്രിയയ്ക്കായി കുറിച്ചിരുന്ന
കുട്ടിക്ക് നാവിന് അടിയിലുള്ള ഒരു ചെറിയ ശസ്ത്രക്രിയയാണ്. സംസാരത്തിൽ ഉണ്ടാകുന്ന ചില പിഴവുകൾ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ചില പിഴവുകൾ പരിഹരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയായിരുന്നു. പക്ഷേ ഡോക്ടർ കുറിപ്പടി എഴുതിയപ്പോൾ ഈ 4 വയസ്സുകാരി കുട്ടിയുടെ കുറിപ്പടിയിലാണ് ഈ നാക്കിൻ്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയെക്കുറിച്ച് എഴുതിയത്. പിന്നീട് ശസ്ത്രക്രിയ റൂമിൽ എത്തിയപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും ആ ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് കുട്ടിയെ പരിശോധിച്ചത്. അപ്പോൾ യാദൃച്ഛികമെന്നവണ്ണം ഈ പ്രവേശിപ്പിക്കപ്പെട്ട 4 വയസ്സുകാരിക്കും ഈ സമാനമായ പ്രശ്നം നാക്കിൽ ഉണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ വളരെ മൈനറായ വളരെ ലഘുവായ ഒരു ശസ്ത്രക്രിയയാണ്. അത് അപ്പോൾ തന്നെ നടത്തുകയും കുട്ടിയെ വാർഡിലേക്ക് വിടുകയുമായിരുന്നു. അവിടെ എത്തി കുടുംബം പരിശോധിച്ചപ്പോഴാണ് ഇത്തരമൊരു തകരാർ സംഭവിച്ചത്. കുടുംബം ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ പിന്നീട് കൈയുടെ ശസ്ത്രക്രിയ നടത്തി ആ 6ാം വിരൽ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുടുംബത്തോട് ഡോക്ടർമാർ പറഞ്ഞ് മനസ്സിലാക്കി ഈ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരുന്ന ഈ നാക്കിനുള്ള തകരാർ ഈ 4 വയസ്സുകാരി കുട്ടിക്കും ഉണ്ടായിരുന്നുവെന്ന് പറയുകയും അവർക്കത് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ മാറിയാണ് ശസ്ത്രക്രിയ ചെയ്തതെങ്കിൽ പോലും കുട്ടിയുടെ ഒരു തകരാർ പരിഹരിക്കപ്പെട്ടു എന്ന ഒരു ആശ്വാസത്തിൽ ആ കുടുംബത്തിന് ഇപ്പോൾ പരാതി ഇല്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർമാർക്ക് ഈ രോഗികളുമായി അല്ലെങ്കിൽ രോഗിയുടെ കുടുംബവുമായി നടത്തുന്ന ആശയവിനിമയത്തിലുണ്ടായ തകരാറാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പറഞ്ഞു. ഒപ്പം ഈ അവയവം മാറിയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഈ കുടുംബത്തിന് മാപ്പെഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചാണ് കുടുംബം നിയമ നടപടികളുമായി അല്ലെങ്കിൽ പരാതിയുമായി. ഇക്കാര്യത്തിൽ കുടുംബത്തിന് പരാതിയില്ല, പക്ഷേ ഒരു പിഴവ് തന്നെയാണ് ഡോക്ടർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കുകയാണ് വേണ്ടതും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലും ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ മൃതദേഹവുമായി അർദ്ധരാത്രി ബന്ധുക്കൾ പ്രതിഷേധവും നടത്തി. 70-കാരിയായ ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ കാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. പനി ബാധിച്ച ഉമൈബ ന്യൂമോണിയയായി ഗുരുതരാവസ്ഥയിലായത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണെന്നാണ് ബന്ധുക്കളുടെ പരാതി. ന്യൂമോണിയ കൂടിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് മരിച്ചു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക്. 25 ദിവസങ്ങൾക്ക് മുമ്പാണ് പുന്നപ്ര സ്വദേശി ഉമൈബ പനി ബാധിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ വാർഡിൽ പ്രവേശിപ്പിച്ച രോഗിക്ക് വേണ്ടത്ര ചികിത്സ ലഭ്യമായിരുന്നില്ലെന്ന് ബന്ധുക്കൾ ആദ്യഘട്ടം മുതൽ തന്നെ ആരോപിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ പനി മൂർച്ഛിച്ച് ന്യൂമോണിയ ബാധിത കൂടിയായി. ഗുരുതരാവസ്ഥയിലായ രോഗിയെ ബന്ധുക്കളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പിന്നീട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയത്. ഒരു ദിവസത്തിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. ഇന്നലെ രാത്രിയോടെ ഉമൈബ മരിച്ചു. പനിബാധിത മാത്രമായിരുന്ന ഉമൈബ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തി മരണപ്പെടാൻ കാരണം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ മൃതദേഹവുമായി ആശുപത്രിയിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ഇവിടെ ഉമ്മാനെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മയുടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇവിടെ മെഡിസിൻ ഡോക്ടർ വളരെയധികം മിസ്ബിഹേവ് എന്നോട് ചെയ്തത്, അക്രമമാണ് ചെയ്തത്. ആരെ നോക്കണം എപ്പോ നോക്കണമെന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. ചികിത്സാ രേഖകളിൽ അമ്പിളി എന്ന സീനിയർ ഡോക്ടറുടെ പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഒരിക്കൽ പോലും ഉമൈബയെ ഡോക്ടർ കണ്ടിട്ടില്ലെന്ന് ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാമിനെ അറിയിച്ചു. PG ഡോക്ടർമാർ മാത്രമാണ് നോക്കിയതെന്നും സൂപ്രണ്ട് നൽകിയ നിർദ്ദേശം പോലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. എന്റെ ഉമ്മയുടെ മയ്യോ എത്രയും പെട്ടെന്ന് നടക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഈ സെക്യൂരിറ്റിമാരുടെ ഉൾപ്പെടെ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു വയ്യാഴിക ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് മര്യാദക്കുള്ള ചികിത്സ പലപ്പോഴും കിട്ടാറില്ല. ഞാൻ ഇവിടെ ഈ 1 മാസം കടന്ന് ഓടിയപ്പോൾ പല ആൾക്കാർ ഇവിടുത്തെ പല സ്റ്റാഫും പറഞ്ഞതാ അവരുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് അവർ വിഷമിച്ചു പോയിട്ടുണ്ട് മക്കളെ എന്ന്. മനസ്സിലായ? ഇതിപ്പോ ഞാൻ എന്റെ ഉമ്മായം കൊണ്ടുവന്ന് ഇവിടെ ഈ കിടപ്പ് ഇവിടെ കിടക്കുന്നത് എന്താണെന്നറിയാവോ? ഇത് ഈ പറയുന്ന സാധാരണക്കാർക്ക് ഈ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കോട്ടയത്തും അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോകാനുള്ള കെൽപ്പ് ഇവിടെ സാധാരണക്കാർക്കില്ല. സംഭവത്തിൽ അന്വേഷണം നടത്താമെന്ന സൂപ്രണ്ടിന്റെ ഉറപ്പിന്മേലാണ് മൃതദേഹവുമായി മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം പുലർച്ചെയോടെ അവസാനിച്ചത്. ആഴ്ചകൾക്ക് മുമ്പ് അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനെയും പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായി ആശുപത്രിയിൽ മരിച്ചിരുന്നു. ഷിബിനയ്ക്കും വേണ്ടത്ര ചികിത്സ ലഭ്യമായില്ലെന്ന പരാതിയിൽ അന്വേഷണം നിലനിൽക്കെയാണ് ഉമൈബയുടെ മരണം. ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായ രാഹുലിന് വേണ്ടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. പക്ഷേ രാഹുലിനെ
പിടികിട്ടുവാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ പോലീസിനുണ്ട്. കാരണം രാഹുൽ വിദേശത്തേക്ക് കടന്നു എന്നാണ് ഇപ്പോഴത്തെ വിവരം. ഒരു വീഡിയോ സന്ദേശം രാഹുലിൻ്റെതായി പുറത്തു വരികയും ചെയ്തു. അതിൽ താൻ വിദേശത്താണ് എന്ന് രാഹുൽ അവകാശപ്പെടുകയാണ്. പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് അന്വേഷണം നാട്ടിൽ വ്യാപിപ്പിച്ചിരിക്കുകയായിരുന്നു. തുടക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാവുകയും SHO സസ്പെൻഷനിലാവുകയും ചെയ്ത സംഭവമാണ് ഇത്. ഈ വീഡിയോയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിച്ചിട്ടില്ലെന്നാണ് രാഹുൽ പറയുന്നത്. രാഹുലിന്റെ വീട്ടിലെ CCTVയും DVRും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. രാഹുലിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലാണ്. പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് മാർച്ചും നടത്തി. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഇക്കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടായിരിക്കുകയാണല്ലോ. രാഹുൽ എവിടെയാണ് എന്നതിലൊരു വ്യക്തത പോലീസിന് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും ഇക്കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല എന്നാണ് നമ്മൾ പോലീസുകാരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഒരു വീഡിയോ സന്ദേശം രാഹുൽ പുറത്തുവിട്ടിരുന്നു. താൻ വിദേശത്ത് പോയിരിക്കുകയാണ്. പക്ഷേ ഏത് നാട്ടിലാണ് എന്നത് സംബന്ധിച്ച കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം, അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതൊക്കെ എന്നൊക്കെ പറയുന്നു. ഒപ്പം സ്ത്രീധനത്തിന്റെ പേരിൽ താൻ ഒരിക്കലും ഭാര്യയെ മർദ്ദിച്ചിട്ടില്ല. തന്റെ ഭാഗത്തു നിന്നും ചില പിശകുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മർദ്ദനമുണ്ടായി, കൈക്ക് അടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടായി. പക്ഷേ അതൊരിക്കലും സ്ത്രീധനത്തിന് വേണ്ടിയല്ല. ഒപ്പം കാർ അടക്കമുള്ള കാര്യങ്ങൾ താൻ ആവശ്യപ്പെട്ടില്ല. കാരണം ജർമ്മനിയിൽ തനിക്ക് കാറുള്ളതാണ്, പിന്നെ എന്തിനാണ് നാട്ടിൽ ഒരു കാറ് എന്നാണ് ഈ വീഡിയോയിൽ ചോദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോയുടെ ആധികാരികത പൂർണ്ണമായും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ വീഡിയോ എന്ന കാര്യത്തിൽ പൂർണ്ണമായും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ തന്നെ ചില സൂചനകളുണ്ടായിരുന്നു. ബംഗളൂരുവിലേക്ക് പോയി അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് രാഹുൽ കടന്നു കളഞ്ഞതായി. കർണാടകയിലെ ചില ഇടങ്ങളിൽ രാഹുലിന്റെ മൊബൈൽ ഫോണിന്റെ റേഞ്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിലേക്ക് എത്തിയിരിക്കാം, അവിടെ നിന്ന് പോയിരിക്കാം എന്ന സംശയം വരുമ്പോഴും ഇത് സംബന്ധിച്ച വിമാനത്താവളങ്ങളിൽ നിന്നും തങ്ങൾക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ ശേഷം പ്രതി വിദേശത്തേക്ക് പോയിട്ടില്ല എന്ന കാര്യം പോലീസ് ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ ലുക്കൌട്ട് നോട്ടീസ് വരുന്നതിന് മുമ്പ് പ്രതി പുറത്തു പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിമാനത്താവളങ്ങളുമായി ആശയവിനിമയം നടത്തി വരികയാണ്. വിമാനത്താവളങ്ങൾക്ക് കത്തെഴുതിയിട്ടുണ്ട്. അവരിൽ നിന്നുള്ള മറുപടി ഇനിയും വന്നിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കയ്യിൽ വന്ന ഒരു പ്രതിയെ വിട്ടുകളഞ്ഞ ശേഷം പ്രതിക്കായി പരക്കെ വലവിരിക്കേണ്ട, അല്ലെങ്കിൽ പരക്കെ ഒരു തെരച്ചിൽ നടത്തേണ്ട അവസ്ഥയിലേക്ക് പോലീസ് എത്തി എന്നതാണ് ഈ കേസിനെ ഏറ്റവും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വത്തിൽ തുടർന്ന് പന്തീരങ്കാവ് SHOയെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തും, വകുപ്പ് തലത്തിലുള്ള നടപടികളും എടുക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുലിനെ കണ്ടെത്തുവാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് രാഹുൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. താൻ വിദേശത്താണെന്നാണ് രാഹുൽ പറയുന്നത്. പന്തീരങ്കാവിലെ ഈ സംഭവത്തിൽ ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്ന് ഗവർണർ പറഞ്ഞു. I do not know why you are saying now. The decision, this should have been implemented many years earlier, because CA, the promise was this assurance to those who were left behind in Pakistan, who had not demanded partition. They became the victims of the partition. Mahatma Gandhi, Pandit Jawaharlal Nehru. CAA വിഷയത്തിലുള്ള ഗവർണറുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. CAA നടപ്പാക്കിയത് ഇന്നലെയാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി പറഞ്ഞത് CAA മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കും എന്നതിനുള്ള തെളിവാണെന്നാണ്. അതോടൊപ്പം തന്നെ CAA റദ്ദാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന വെല്ലുവിളിയും തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. कल ही CAA कानून के तहत शरणार्थियों को भारत की नागरिकता देने का काम शुरू हो गया। पहले लॉट को ऑलरेडी नागरिकता दी गई, और ये सभी भाई बहन हिंदू है, सिख है, बौद्ध है, जैन है, पारसी है, ईसाई है, और ये वो लोग हैं जो शरणार्थी बनकर के लंबे अरसे से हमारे देश में रह रहे हैं। ये वो लोग हैं
जो धर्म के आधार पर हुए, भारत के बंटवारे का शिकार हुए थे। और मजा देखिए, ये महात्मा गांधी का नाम लेकर के सत्ता की सीढ़ियां तो चढ़ जाते हैं, लेकिन महात्मा गांधी की बातों को याद नहीं रखते हैं। खुद महात्मा गांधी ने भरोसा दिया था कि वो कभी भी भारत आ सकते हैं। 70 वर्षों में हजारों परिवार प्रताड़ना झेल करके अपनी बेटियों की इज्जत बचाने के लिए, अपना धर्म, अपनी संस्कृति, अपनी परंपरा को बचाने के लिए मजबूरन, मुसीबत के मारे भारत मां की कोख में आकर के शरण लिया। लेकिन कांग्रेस ने इनकी कभी सूध नहीं ली, क्योंकि ये कांग्रेस के वोट बैंक नहीं थे। और ये लोग कौन है? ज्यादातर इसमें मेरे दलित भाई बहन हैं, मेरे ओबीसी समाज के भाई बहन हैं, मेरे पिछड़े भाई बहन हैं। और इसलिए इन पर वहां तो जुल्म हुआ ही हुआ, वोट बैंक की राजनीति में डूबे हुए यहां के कांग्रेस की सरकारों ने भी और उनके साथियों ने भी इन पर जुल्म करने में कोई कमी नहीं रखी। CAA വിഷയം ഉന്നയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ CAA പ്രകാരം ആദ്യ പൗരത്വം നൽകിയിരുന്നു. ഈ വിഷയം ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചു. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് ഈ വിഷയം, CAA വിഷയം തെരഞ്ഞെടുപ്പുകളിൽ ഉന്നയിക്കുമെന്നുള്ളത്, പ്രചാരണത്തിൽ ഉന്നയിക്കുമെന്നുള്ളത്. അത് പ്രധാനമന്ത്രി ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം കടക്കുന്നത് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ? അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ CAA നടപ്പാക്കിയത്, ഇതിനെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടികളിലേക്കാണ് ഇപ്പോൾ ഹർജിക്കാർ ആലോചിക്കുന്നത്? എന്തെങ്കിലും പുതിയ നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ടോ? മഞ്ജുഷ, തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി 3 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. 164 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇതിനിടയിലാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ CAA പ്രകാരം പൗരത്വം നൽകിയത്. ഏതായാലും ഈ വിഷയം ഇന്ന് പ്രചാരണ റാലികളിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതായത് പ്രധാനമന്ത്രി കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത് മോദി ഗ്യാരണ്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്നാണ് CAA പ്രകാരം പൗരത്വം നൽകിയതിനെ പ്രധാനമന്ത്രി ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷത്തിനെതിരെ, കോൺഗ്രസിനെതിരെ വെല്ലുവിളിയും ഒപ്പം വിമർശനവും പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു. അതായത് CAA ആര് വിചാരിച്ചാലും തടയാനാകില്ല, ഇല്ലാതാക്കാൻ കഴിയില്ല, അങ്ങനെയുണ്ടെങ്കിൽ കാണട്ടെ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി. ഒപ്പം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഏറെ നാളായി രാജ്യത്ത് താമസിക്കുന്നവർക്കാണ് പൗരത്വം നൽകിയത്. വിഭജനത്തിനെ തുടർന്ന്, മതത്തിന്റെ പേരിലുള്ള വിഭജനത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവർക്കാണ് ഇത്തരത്തിൽ പൗരത്വം നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് ഇവരെ അവഗണിച്ചു. അങ്ങനെ രാജ്യത്ത് ശരണം പ്രാപിച്ചവരെ അവഗണിക്കുന്ന നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ സംസ്ഥാനങ്ങളിലാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ UP, ഒപ്പം തന്നെ ബീഹാറിന്റെ ചില മണ്ഡലങ്ങൾ, ഒപ്പം പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏതായാലും പൗരത്വ ഭേദഗതി നിയമം പ്രധാനമന്ത്രി വലിയ ആയുധമാക്കുന്നതും പ്രചാരണ റാലികളിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ UPയിലെ അസംഗഡിൽ നടന്ന റാലിയിലാണ് ഇത്തരമൊരു പരാമർശവും പ്രതിപക്ഷത്തിൻ്റെ വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ ഹർജിക്കാരാകട്ടെ ഈ വിഷയം സുപ്രീം കോടതിയുടെ ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ്. കാരണം കോടതിയുടെ പരിഗണനയിൽ ഹർജിയിരിക്കെ ഇത്തരമൊരു നടപടി, പ്രത്യേകിച്ച് പൗരത്വം നൽകുന്ന നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് ഹർജിക്കാർ. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരുടെ ഭാഗത്തുനിന്ന് നീക്കം നടത്തുന്നത്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാന കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ആകെ വഷളാകുന്ന സമയമാണ് ഇത്. ആക്ടിംഗ് പ്രസിഡന്റായിരിക്കെ MM ഹസൻ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് ചുമതല തിരിച്ചു നേടിയതിനു ശേഷം K. സുധാകരൻ പറഞ്ഞതാണ്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ A ഗ്രൂപ്പ് നേതാവായ MA ലത്തീഫിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ആ നടപടി റദ്ദാക്കി MM ഹസൻ ആക്ടിംഗ് പ്രസിഡന്റായിരിക്കെ ലത്തീഫിനെ തിരിച്ചെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ലത്തീഫിനെ
കെ സുധാകരൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. MM ഹസൻ തിരിച്ചെടുത്ത നടപടിയാണ് ഇപ്പോൾ കെ സുധാകരൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എ ഗ്രൂപ്പിൽ ഇപ്പോൾ അമർഷം പുകയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇത് KPCC പ്രസിഡന്റ് ചുമതല തിരിച്ചു കിട്ടിയതിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് കെ സുധാകരൻ ചില തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്ന്. ഇപ്പോൾ ചുമതല തിരിച്ചേറ്റെടുത്ത് ഒരാഴ്ചയാകുന്നു. ഉടൻ തന്നെ ആ തീരുമാനം നടപ്പായിരിക്കുകയാണല്ലോ ലത്തീഫിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്. ഇതിൽ ഏത് രീതിയിലുള്ള പ്രതികരണം എ ഗ്രൂപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാം? മഞ്ജുഷ, മുതിർന്ന നേതാക്കൾ പലരും അന്ന് കൃത്യമായി, അതായത് കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും തിരികെ എത്തുന്ന സാഹചര്യത്തിൽ ആ ചുമതല ഏറ്റെടുക്കുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് തന്നെ സുധാകരൻ തിരികെ വരുന്നതിനോടുള്ള അമർഷം കൊണ്ടാണ് പല നേതാക്കളും വിട്ടുനിന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതുമാണ്. അതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസൻ എടുത്ത പല തീരുമാനങ്ങളും പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് കെ സുധാകരൻ തന്റെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എ ഗ്രൂപ്പിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ നേതാവായിരുന്ന MA ലത്തീഫിനെ തിരികെ എടുത്ത ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ നടപടി റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായി എടുത്തു പറയുന്ന കാര്യം, അദ്ദേഹത്തെ തിരിച്ചെടുത്ത നടപടി വസ്തുതാപരമായി ശരിയല്ല, ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സംഘടനാപരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് ലത്തീഫിനെതിരെ നേരത്തെ നടപടിയെടുത്തത്. ആ സാഹചര്യം നിലനിൽക്കുകയാണെന്നാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MA ലത്തീഫിന് KPCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ കെ സുധാകരൻ നൽകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തോട് ഒപ്പമുള്ളവർ പറയുന്നത്, ഇദ്ദേഹത്തെ തിരികെ എടുക്കാനുള്ള MA ലത്തീഫിനെ തിരികെ എടുക്കാനുള്ള നടപടി പ്രതിപക്ഷ നേതാവുമായിട്ടോ KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരനുമായോ ചർച്ച ചെയ്തല്ല അന്ന് ആക്ടിംഗ് പ്രസിഡന്റ് അത്തരമൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടിയും കൂടിയാലോചിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഏകപക്ഷീയമായി എടുത്ത തീരുമാനം KPCC അധ്യക്ഷൻ ഏകപക്ഷീയമായി തന്നെ റദ്ദ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ്. ഇത് നേർക്കുനേർ പോരിലേക്ക് വന്നിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും മറുപക്ഷത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാവുകയില്ലേ? സുധാകരനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള പരാതിയോ മറ്റോ വരുവാനുള്ള സാഹചര്യമാണോ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്? സ്വാഭാവികമായി സൈബർ ഇടങ്ങളിൽ ആ വിമർശനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റ് നേതാക്കൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വരും. എന്തായാലും കാത്തിരിക്കുകയാണ് എല്ലാവരും. ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിയാണ് UDFനെ കാത്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സുധാകരനിലേക്ക് ചാരി അദ്ദേഹത്തിനെതിരായ അണിയറ പ്രതിഷേധങ്ങൾ അത് പരസ്യമായി മറനീക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മജൂഷ്, ശരി. ഡാൻ, സംസ്ഥാന കോൺഗ്രസിൽ കാര്യങ്ങൾ വഷളാവുകയാണ്. MM ഹസന്റെ ചില നടപടികളാണ് ഇപ്പോൾ സുധാകരൻ തിരുത്തുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ പ്രമുഖ നേതാവായ MA ലത്തീഫിനെ തിരിച്ചെടുത്ത നടപടി അത് സുധാകരൻ റദ്ദാക്കിയത്. ലത്തീഫിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെയാണ് ഫോർട്ട് കൊച്ചിയിൽ ദാരുണമായ ഒരു കൊലപാതകം സംഭവിച്ചത്. യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്ന പ്രതിക്കായി തെരച്ചിൽ ഇപ്പോഴും ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊല നടത്തിയ അത്തിപ്പൊഴി സ്വദേശിയായ അലൻ പല കേസുകളിലും പ്രതിയാണ് എന്ന വിവരം പോലീസിനുണ്ട്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. തോപ്പുംപടിയിലാണ് ദാരുണമായ കൊലപാതകം ഉണ്ടായത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. രാത്രി 7:45 കൂടിയാണ് ഈ കാണുന്ന മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന ഓസ് ഷിപ്പിംഗ് എന്ന ഈ കടയിലെ സ്റ്റാഫായിരുന്ന ബിനോയ് സ്റ്റാൻലി കൊല്ലപ്പെടുന്നത്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് പരിചയമുള്ള അലൻ എന്ന് പറയുന്ന ആളാണ് ഈ കേസിലെ പ്രതി. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് അലൻ ഈ കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അലൻ നിരവധി മയക്കുമരുന്ന് കേസുകളിലും അല്ലാതെയുള്ള സ്ത്രീകളെ ശല്യപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നാണ് നാട്ടുകാരും പോലീസും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നലെ വൈകുന്നേരം കടയിൽ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ട് ഇതുവഴി പോയ യാത്രക്കാരാണ് ഈ പറയുന്ന ബിനോയ് സ്റ്റാൻലി ആണ് വീണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അവരാണ് ഇങ്ങനെ ഒരു അപകടം ഈ കടയിൽ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കുകയും പോലീസിനെ അറിയിക്കുകയും ബിനോയ് സ്റ്റാൻലിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ നാട്ടുകാരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് അങ്ങേയറ്റം സാധുവായ ഒരു മനുഷ്യനാണ് ഈ മരിച്ച ബിനോയ് സ്റ്റാൻലി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രതി അലനെ പറ്റി അവർക്ക്
ഏറെ പറയാനുണ്ട്. അലൻ നിരവധി കേസുകളിൽ, മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. നാട്ടുകാർക്കിടയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ സ്ത്രീകളെ ഉപദ്രവിച്ച കേസിൽ പ്രതിയാണ്. ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലമാണ് ഈ പ്രതി അലനെ പറ്റി നാട്ടുകാർക്കും നമ്മളോട് പറയാനുള്ളത്. അപ്പൊ ഈ സംഭവം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയണത്. ആ ചെക്കൻ എന്നുള്ള മയക്കുമരുന്ന് അടിമയാണ് ഈ സംഭവം നടത്തിയവർ. സുഭാഷ് ആണ് ഇതിന്റെ വിവരം അറിയിക്കുന്നത്. അത് നിരന്തരം പഞ്ചാബ് ഇതിലൊക്കെ പ്രതികളാണ് ഈ പറഞ്ഞ പ്രതി. മരിച്ച പയ്യനെ ഒന്നിനും ഇല്ലാത്തേക്കണേ, ഒന്നിനും ആരോട് എല്ലാവരും കണ്ടടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും കാണാം. എന്റെ കൂടെ പറ്റത്തന്നെ ഒരാളോട് ഒരു പ്രശ്നമില്ലാത്ത പയ്യനാണ്. അതുകൊണ്ടൊക്കെ ജന കുടുംബത്തിന്റെ കാര്യം ആലോചിച്ചത് ഇതിനൊക്കെ അത് ചിന്തിക്കുന്നുണ്ടാ. ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഒരു മനുഷ്യനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ആ കുടുംബത്തിന്റെ അവസ്ഥയെപ്പറ്റി അങ്ങേയറ്റം സഹതാപത്തോടെ, അങ്ങേയറ്റം സങ്കടത്തോടു കൂടിയാണ് ഈ മനുഷ്യർ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചത്. മാത്രമല്ല, ഈ കേസിന്റെ അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജിന്റെ നേതൃത്വത്തിലാണ്. ഈ കാര്യത്തിൽ ഉടൻ തന്നെ കേസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നലെ വൈകുന്നേരം ഈ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യനെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറി കുത്തിക്കൊല്ലുക. കുറച്ചു നേരം നമുക്ക് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു 3-4 മിനിറ്റോളം അലൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. സംസാരിച്ച ശേഷമാണ് അലൻ ഈ കൃത്യത്തിലേക്ക് കടന്നത്. എന്തൊക്കെ ആയാലും മയക്കുമരുന്നും അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ വിതരണത്തെ പറ്റിയും പോലീസ് അലേർട്ടാകുന്നില്ല എന്നൊരു പരാതിയും നാട്ടുകാർക്കിടയിൽ വ്യാപകമാണ്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ഗുണ്ടകളെ തടയാൻ പോലീസിന്റെ റെയ്ഡ് തുടരുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം ACP ഓഫീസ് പരിധിയിലുള്ള പ്രദേശങ്ങളിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. ഇന്നലെ ഒരാളെ തിരുവനന്തപുരത്ത് പിടികൂടിയിരുന്നു. എല്ലാ ജില്ലകളിലും പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ട്രെയിനുകളിൽ TTEമാർക്ക് നേരെ വീണ്ടും ആക്രമണം. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലും ചെന്നൈ മെയിലിലെയും TTEമാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒറ്റപ്പാലത്തും വടകരയിലും വെച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ. ഐലൻഡ് എക്സ്പ്രസിലെ TTE ആക്രമിച്ച കേസിൽ കൊല്ലം സ്വദേശിയായ അശ്വിൻ, സുഹൃത്തായ ആഷിഖ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ചെന്നൈ മെയിലിലെ TTE കയ്യേറ്റം ചെയ്തതിന് ആൻഡമാൻ സ്വദേശി മധുസൂദനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നവമി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നവമി, എന്തായിരുന്നു ഈ ഇങ്ങനൊരു പ്രകോപനമുണ്ടാകാൻ കാരണം? മഞ്ജുഷ, ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ വടക്കാഞ്ചേരി എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ കൊല്ലം സ്വദേശിയായ അശ്വിനെയും പൊന്നാനി സ്വദേശിയായ ആഷിഖിനെയും റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു. ഇവരുടെ പക്കൽ നിന്നും പിന്നീടുള്ള അന്വേഷണത്തിൽ ഇവരുടെ പക്കൽ നിന്നും കഞ്ചാവും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് ചോദിച്ചപ്പോഴാണ് TTE തള്ളിയിട്ട ശേഷം മറ്റൊരു കോച്ചിന്റെ ടോയ്ലറ്റിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു അശ്വിൻ. പിന്നീട് അടുത്തുള്ള കമ്പാർട്ട്മെന്റിലെ TTO ആയ മനോജിനെയും വിളിച്ചതിന് ശേഷം ഇരുവരും തമ്മിൽ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും പിടികൂടിയത്. എന്തായാലും ഈ റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ, അതായത് ജനറൽ ടിക്കറ്റ് മാത്രം എടുത്ത് റിസർവേഷൻ കോച്ചിൽ ഇരുന്നപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ടിക്കറ്റ് ആവശ്യപ്പെട്ട്, അതായത് റിസർവേഷൻ കോച്ചാണ്, ഇവിടെ ആള് വരും, മറ്റൊരിടത്തേക്ക് മാറണമെന്ന് പറഞ്ഞുവെങ്കിലും ഇവർ കേൾക്കാതെയാണ് TTE ആക്രമിച്ചത്. പിന്നീട് ഇവരെ പോലീസിന് കൈമാറുകയും ചെയ്തു. മറ്റൊരു സംഭവം കോഴിക്കോട് വെച്ചായിരുന്നു. അത് വനിതാ TTEക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇതേ സംഭവം, അതായത് വടകര പിന്നിട്ടപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. TTE ആയ ആർദ്ര K അനിൽകുമാറിനെതിരെയാണ് ആക്രമണം ഉണ്ടായത്. കമ്പാർട്ട്മെന്റിൽ, അതായത് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുകയായിരുന്ന സൗത്ത് ആൻഡമാൻ സ്വദേശിയായ മധുസൂദൻ നായരാണ് വനിതാ TTE തള്ളിയിട്ട ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ മറ്റ് യാത്രക്കാർ കൂടിയായിരുന്നു ഈ അനന്തലാലിനെ, മധുസൂദനെ പിടികൂടി ഉടൻ തന്നെ പോലീസിനെ ഏൽപ്പിച്ചതും. മഞ്ജു. ശരി നവമി. തിരുവനന്തപുരത്ത് ഹോട്ടലിൽ അടിയുണ്ടാക്കിയ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പിടിയിലായി. ഭക്ഷണം കഴിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല എന്ന പേരിൽ ജീവനക്കാരെ മർദ്ദിച്ചെന്നാണ് പരാതി. വെൺപാലവട്ടത്തെ ഹോട്ടലിൽ നിന്നാണ് 4 ഉദ്യോഗസ്ഥരെ ഹോട്ടലുകാർ പോലീസിന് കൈമാറിയത്. ശംഖുമുഖം എയർഫോഴ്സ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവർ.
കാസർഗോഡ് പടന്നക്കാട്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ 3 DYSPമാരുമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം മാറ്റപ്പെട്ട DYSPമാരും ഈ സംഘത്തിലുണ്ട്. പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള ആളാകാം പ്രതിയെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ റേഞ്ച് DIG ടോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. 3 DYSPമാരും 5 CIമാരും ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. എന്തായാലും ഈ പ്രതിയെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള സൂചനകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ പ്രതിയുടെ ചിത്രങ്ങൾ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചനകളൊന്നുമില്ല. പക്ഷേ ലഹരി മാഫിയയാണ് പെട്ട ആളാണ് ഈ സംഭവം പിന്നിൽ, ഈ അതിക്രമത്തിന് പിന്നിൽ എന്നാണ് ഏതായാലും പോലീസിന്റെ നിഗമനം. മാത്രമല്ല ഈ വീടിന് സമീപത്ത് പരിസരത്ത് തന്നെ താമസിക്കുന്ന ഒരാളായിരിക്കാം ഇത്തരത്തിൽ അതിക്രമം കാട്ടിയതെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തീരദേശ മേഖല ഇപ്പോഴും ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല. അത്തരത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുക വലിയ ആശങ്ക തന്നെയാണ് ഈ പ്രദേശങ്ങളിലുള്ളത്. ഏതായാലും പ്രതിയെ ഉടൻ പിടികൂടാനായില്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിന് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ കാസർഗോഡ് ജില്ലയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് DYSP ആയിരുന്ന ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ബേക്കൽ DYSP ആയ സുനിൽ കുമാർ എന്നിവരാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഇത്തരത്തിൽ വിപുലമായ സംഘത്തെ രൂപീകരിച്ച് പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും പെൺകുട്ടിയുടെ മൊഴി പ്രകാരം മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ഒരാളാണ്, 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരാളാണ് ഈ കൃത്യം ചെയ്തതെന്ന പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി DIGയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു പോലീസ് അന്വേഷണ പുരോഗതി വിലയിരുത്താൻ. എന്തായാലും പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നത്. എറണാകുളം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞു കൊന്ന കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെയും കേസെടുത്തു. പോലീസ് ഇപ്പോൾ യുവതിയുടെ പരാതിയിലാണ് ഇങ്ങനെയൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. നവമി ദിനേശ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, എന്തെല്ലാമാണ് ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിന്റെ വിവരങ്ങൾ? മഞ്ജിഷ്, ഈ സംഭവം നടന്ന സമയത്ത് തന്നെ പോലീസ് യുവതിയുടെ മൊഴി എടുത്തിരുന്നു. ആ സമയത്ത് തന്നെ തൃശൂർ സ്വദേശിയായ ഒരു ഡാൻസർ, ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട ഒരു ഡാൻസറിൽ നിന്നാണ് താൻ ഗർഭിണിയായതെന്ന് ആദ്യ സമയത്ത് തന്നെ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. പക്ഷേ പിന്നീട് പരാതിയൊന്നും കിട്ടാത്തതിനാൽ പോലീസ് ആ അന്വേഷണം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തൃശൂർ സ്വദേശിയായ ഷെഫീഖിനെതിരെ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഷെഫീഖ് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അങ്ങനെയാണ് താൻ ഗർഭിണിയായതെന്ന് പോലീസിനോട് പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ സ്വദേശി ഷെഫീഖിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടന്നത് തൃപ്പൂണിത്തറയിലായതിനാലാണ് തൃപ്പൂണിത്തറ പോലീസിന് കേസ് കൈമാറാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഷെഫീഖിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ശരി നോമി. കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന് അറസ്റ്റിലായ കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അധ്യാപകനെതിരെ നടപടി. ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഇഫ്തിഖർ അഹമ്മദിനെ അന്വേഷണ വിധേയമായാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം സ്വദേശിനിയായ 22കാരിയുടെ പരാതിയിൽ, അതായത് ഈ മാസം 13-ാം തീയതി പറശ്ശിനിക്കടവിലെ വാട്ടർ തീം പാർക്കിലെ പൂൾ വേവിൽ ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ തളിപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിൽ ഇയാളിപ്പോൾ റിമാൻഡിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവെയാണിപ്പോൾ കേന്ദ്ര സർവകലാശാല ഇയാൾക്കെതിരെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇയാൾക്കെതിരെ ലൈംഗികാതിക്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ബേക്കൽ പോലീസാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിലും ഇയാൾ സസ്പെൻഷൻ നേരിട്ടിരുന്നു നേരത്തെ. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർവകലാശാലയിൽ ഇയാൾ തിരിച്ചെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെതിരെ വിദ്യാർത്ഥി SFI AVP ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധമുയർത്തിയതോടെ വീണ്ടും സസ്പെൻഷനിലാവുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ഉന്നത
ഉന്നത സ്വാധീനം ഉള്ള ഇയാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ നടപടി ഉണ്ടായാലും തിരിച്ച് കോളേജിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇയാൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെ കുറയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പലരും ഇത്തരത്തിൽ പരാതി പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ കണ്ണൂരിലെ ഈ കേസിൽ ഇയാൾ ഇപ്പോൾ അകപ്പെട്ടതോടുകൂടി കേന്ദ്ര സർവകലാശാലയ്ക്ക് ഇയാളെ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം അമീബിക് മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചിരുന്നു. കടലുണ്ടിപ്പുഴയിൽ കുളിച്ച ഒരു കുട്ടിക്കാണ് അമീബിക് മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിലെ വീടുകളിൽ ക്ലോറിനേഷൻ നടത്തുകയും അതോടൊപ്പം കടലുണ്ടിപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുളിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അസുഖം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയുമാണ്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിലാണ്. ഇവിടെ 18-ാം വാർഡിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്തെ വീടുകളിലെല്ലാം തന്നെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളും മറ്റ് അതിന് മുന്നോടിയായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് ആരോഗ്യവകുപ്പ് നടത്തുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ആശാ വർക്കേഴ്സ് എല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ എല്ലാ വീടുകളിലും കയറിയിറങ്ങി ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളും അതുപോലെ മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത് ചേച്ചി? ഞങ്ങൾ എല്ലാ വീടും കയറി ഇറങ്ങി ക്ലോറിനേഷൻ ചെയ്യാണ്. ഞങ്ങൾ 33 ആശമാർ വന്നിട്ട് ഓരോ സ്ക്വാഡായിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞതാണ്. 3 ആശമാരായിട്ട്. അപ്പോൾ എല്ലാ വീടും ക്ലോറിനേഷൻ ചെയ്യുക. വാർഡ് മാത്രമാണോ? ഇന്ന് 18-ാം വാർഡ് മാത്രം. പുഴയിലും ക്ലീനിങ് നടത്തിയിട്ടുണ്ടാവും. പുഴയിൽ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കിന് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ആളുകളൊക്കെ എങ്ങനെയാ ആശങ്കയുണ്ടോ? ആൾക്കാരൊക്കെ എന്താ വീട്ടിൽ ചികിത്സ പറയുന്നവരൊക്കെ? എല്ലാവരും നല്ല ആശങ്കയിലാണ്. കുട്ടി വെന്റിലേറ്ററിലാണ് ഉള്ളത്. ആ ഒരു ഇതിലാണ് എല്ലാവരും ഉള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യം ആദ്യമായിട്ടാവൂലേ ഈ മേഖലയിലേക്ക്? ഇനിയിപ്പോ ഒരുപാട് വീടുകളിൽ പോകണ്ടെന്ന്? കുറെ വീടിങ്ങും പോവാണ്ട്. ഇവിടെ അവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്? നമ്മള് അവിടെ ഞങ്ങൾ അവരോട് ഇപ്പോൾ ചോദിക്കുന്നത് ആ പുഴയിൽ 2 ആഴ്ച മുന്നേ കുളിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽ വാങ്ങുന്നുണ്ട്. പിന്നെ ഓരോ വീട്ടിലും ചെന്നിട്ട് പനി, ഫീവർ, എന്തെങ്കിലും ഇങ്ങനെ ലക്ഷണങ്ങളുള്ള ആളുകളെ കണ്ടെത്തി പേരെഴുതി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അസുഖമുള്ളവരെ PHCയിലേക്ക് വന്ന് കാണിക്കാൻ വേണ്ടി. 2 ആഴ്ച ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ ഈ സമയത്ത്? ആരൊക്കെ കുളിച്ചിട്ടുണ്ടാവും പറയാൻ പറ്റില്ല. സ്കൂള് അവധിയുള്ള കാലം കുട്ടി പല സ്ഥലത്തുനിന്നും വിരുന്ന് വന്ന് ഉള്ള കുട്ടികളും ഉണ്ടാവും. ആരൊക്കെ കുളിച്ചെന്നുള്ളൊന്നും അറിയില്ലല്ലോ. കടവടച്ചു അല്ലേ? കുളിക്കാൻ പാടില്ല നിർദ്ദേശം. ഇനിയിപ്പോ പോവാണ് അടുത്ത വീട്ടിലേക്ക്. വീട്ടിലേക്കാണ്. ഇവിടുന്ന് അടുത്തുള്ള വീട്ടിലാണ് കുട്ടി ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് കേൾക്കുമ്പോ എങ്ങനെന്താ തോന്നുന്നത്? ഞെട്ടലാണോ? എന്താ ഇങ്ങനെ ഒരു സംഭവം? ഇവിടൊക്കെ എല്ലാവർക്കും ഒരു പ്രതിബന്ധി ആയിരിക്കണം. ഈ ഒരു കടവില് കുട്ടികൾ കുളിക്കുന്നതല്ലേ? ഇഷ്ടംപോലെ കുട്ടികൾ കുളിക്കണം. എന്തെടുക്കലൊക്കെ ഉണ്ട്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് ആരൊക്കെ കുളിച്ചു എന്നറിയില്ല. ഒരു ആശങ്ക നടക്കാൻ പോകാനുണ്ട്. പക്ഷെ ഇപ്പം അടുത്തും പോയിട്ടില്ല. ഞാൻ പോയെന്ന് വിട്ടിട്ട് 30 കൊല്ലായിരിക്കണം. ഇതിന് മുമ്പ് അങ്ങനത്തെ ഇതൊന്നും ഇവിടെ എവിടെയും ഉണ്ടായില്ല. ഇവര് പറയുന്നത് അമീബ അതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞേക്കുന്നത്. എന്താണെങ്കിലും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചു. ഇവിടെ ഇടക്കിടക്ക് വരലുണ്ട്. അതാണ് നിലവിൽ ഇവിടുത്തെ ഒരു സാഹചര്യം. ഓരോ വീടുകളിലും ആരോഗ്യവകുപ്പിലെ പ്രവർത്തകർ നേരിട്ട് ചെന്ന് അവിടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഈ പുഴയിൽ ആരെങ്കിലും കുളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു. എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അത്തരത്തിൽ നിതാന്ത ജാഗ്രതയിലാണ് മുന്നിയൂർ ഇപ്പോഴുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കടലുണ്ടിപ്പുഴയുടെ വലിയ ഒഴുക്കില്ലാത്ത ആഴം കുറഞ്ഞ കളിയാട്ടമുക്കിലെ കടവിലാണ് ഈ കുട്ടികൾ കുളിച്ചത്. ഈ കടവിലും ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ആരും കുളിക്കരുതെന്ന് അധികൃതർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ആരെല്ലാം ഇവിടെ കുളിച്ചു എന്ന വിവരം ആരോഗ്യവകുപ്പ് തേടിക്കൊണ്ടിരിക്കുകയാണ്. CB അനുമോദ് തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് കൂടി കാണാം. ഞാൻ നിൽക്കുന്നത് മുന്നിയൂർ കളിയാട്ടമുക്ക് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ്. അതായത് അമീബിക് മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ച കുട്ടി കുളിച്ച അതേ കടവിൽ. ഇവിടെയാണ് ആ കുട്ടി അവരും അവരുടെ കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ തന്നെ കുളിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1-ാം തീയതിയായിരുന്നു അവർ ഇവിടെ കുളിച്ചത്. പക്ഷേ അതിനുശേഷം 10 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് അസുഖങ്ങളുടെ ലക്ഷണം തുടങ്ങുന്നതും തുടർന്നാണ് ചികിത്സ തേടുന്നതും. പക്ഷേ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യം ഈ ഒരു കടലുണ്ടി പുഴയിൽ കുളിച്ചതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളത്. കാരണം സാധാരണ കുട്ടികളൊക്കെ തന്നെ സാധാരണ ആളുകളൊക്കെ തന്നെ കുളിക്കാൻ വരുന്ന കടവാണ്. ഇവിടെ വെള്ളം അത്ര അധികമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒഴുക്കും
ആഴവും ഇല്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് കുളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആണ് ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടേക്ക് ആരും കുളിക്കാൻ ഈ കടവിലേക്ക് ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശമുണ്ട്. ഇവിടെ മാത്രമല്ല, ഇതിനോട് ചേർന്നുള്ള മറ്റ് കടവുകളിലും കുളിക്കാൻ വരാൻ പാടില്ലെന്ന ആരോഗ്യവകുപ്പിന് നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഇവിടെ നിന്നെല്ലാം തന്നെ വെള്ളം ആരോഗ്യവകുപ്പ് ശേഖരിച്ച് പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു നാട് മുഴുവനായിട്ടും ഒരു ആശങ്കയിലാണ്. കാരണം സാധാരണ ഇത്തരത്തിലുള്ള അസുഖങ്ങളോ അത്തരത്തിൽ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അസുഖം, അതും ഒരു കടലുണ്ടി പുഴയിൽ കുളിച്ചതിന് ശേഷം അവിടെ നിന്നും ഇത്തരത്തിലൊരു അസുഖം വന്നു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ചിപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ മേഖലയിലെല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെ മുൻകരുതൽ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പ്രദേശത്തെ കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടുകളിൽ ആരെല്ലാം ഈ ദിവസങ്ങളിൽ ഇവിടെ കുളിച്ചു അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഒപ്പം ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ മുൻകരുതൽ പ്രവർത്തനങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളുമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇവിടെ പുരോഗമിക്കുന്നത്. ഈ ഒരു പരിസരത്തുള്ള, അതായത് കുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള രോഗലക്ഷണങ്ങളുള്ള 4 പേർ കൂടി ആശുപത്രിയിലാണ്. അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഈ പ്രദേശമുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തുടർ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യത്തിൽ തീരുമാനങ്ങളെടുക്കാനുള്ള യോഗങ്ങൾ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ പ്രദേശം ഒന്നാകെ. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഒമാനിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി തിരുവനന്തപുരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ഭാര്യ അമൃതയ്ക്ക് നമ്പി രാജേഷിനെ അവസാനമായി കാണാൻ സാധിച്ചിരുന്നില്ല. അവരുടെ യാത്ര മുടങ്ങിയിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം. എയർ ഇന്ത്യ എക്സ്പ്രസുമായി ചർച്ചയ്ക്ക് അവസരം നൽകാമെന്ന് ഉറപ്പ് കിട്ടിയതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിക്കുകയും ചെയ്തു. നമ്പി രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം കരമനയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിച്ചു. രാവിലെ 7 മണിയോടുകൂടിയാണ് നമ്പി രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. തുടർന്ന് കരമനയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പൊതുദർശനത്തിന് ശേഷം 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങ് നടത്തി. രാജേഷിന്റെ ഭാര്യയുടെ പിതാവ് എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിമാന കമ്പനിയുടെ അനാസ്ഥ, ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് മകൾ അമൃതയ്ക്ക് ഭർത്താവിനടുത്തേക്ക് പോകാൻ കഴിയാത്തത്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു രാജേഷിന്റെ ഭാര്യാപിതാവിന്റെ പ്രതിഷേധ സമരം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർത്താക്കുറിപ്പും പുറത്തു വന്നു. അദ്ദേഹം ഈ ഒരു മരണത്തിൽ അപലപിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു സമരം ഉണ്ടായത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങൾ വിശദീകരിച്ച് മാനേജ്മെന്റും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ കൈക്കൊള്ളേണ്ട നടപടികൾ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പ്. വലിയ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ജീവനക്കാർ അവരുടെ തൊഴിലവകാശം അതിൻ്റെ ഭാഗമായ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ അത് സാധാരണക്കാരെ വലിയ തോതിൽ വലയ്ക്കുന്ന ഒരു സംഗതിയായി. അത് തൊഴിൽ തേടി പോകുന്ന ആളുകൾ, പുതുതായി ജോയിൻ ചെയ്യേണ്ട ആളുകൾ, ലീവ് കഴിഞ്ഞ് പോകുന്നവർ, രോഗികളായ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാൻ യാത്രയ്ക്ക് തയ്യാറെടുത്തവർ, ഇവരെല്ലാം തന്നെ വലയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സമരം ചെയ്ത ജീവനക്കാരും മാനേജ്മെൻറ്റും പിന്നീട് ചർച്ച ചെയ്ത് ധാരണയിലാവുകയും സമരം ഒത്തുതീർപ്പാവുകയും ചെയ്തു. പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്ന 25 പേരെ സർവീസിൽ തുടരാൻ കമ്പനി അനുവദിക്കുകയും ചെയ്തു. നഷ്ടം സാധാരണ ജനങ്ങൾക്കാണ്. ഒരാളുടെ ജീവൻ, ഒരുപക്ഷെ ഭാര്യ അവിടെ എത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ പരിചരണം ലഭിക്കുമായിരുന്നു, അദ്ദേഹത്തിന് മരണം സംഭവിക്കില്ലായിരുന്നു. ഇത് തന്നെയാണ് ഏവരും പറയുന്നത്. വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന റോഡുകളിലൂടെ ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയുകയില്ല. മാസങ്ങളായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് അറ്റകുറ്റപ്പണിക്കായിട്ട്. ഈ റോഡുകളിലൂടെ സഞ്ചരിക്കുകയാണ് ന്യൂസ് 18. മഴക്കാലം വരികയാണ്, അതോടൊപ്പം തന്നെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. പക്ഷേ എല്ലാ റോഡുകളുടെയും അറ്റകുറ്റപ്പണി ഇപ്പോഴും മന്ദഗതിയിൽ തന്നെയാണ് നടക്കുന്നത്. നാട്ടുകാർ ദുരിതത്തിലാണ്. ഇവർ ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ഈ ദുരിതം കേരളത്തിന് മുന്നിൽ എത്തിക്കുകയാണ് ന്യൂസ് 18 ചെയ്യുന്നത്. തലസ്ഥാനവാസികളുടെ ഈ ദുരിതക്കാഴ്ച ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മാസങ്ങളായി റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുണ്ട്, സിറ്റി ഗ്യാസ് പദ്ധതിയുണ്ട്. വികസന പദ്ധതികളാണെങ്കിലും ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ചെറുതൊന്നുമല്ല. എന്താണ് തലസ്ഥാനവാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ? അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ?
എന്താണ് റോഡുകളുടെ അവസ്ഥ? സർക്കാർ അവകാശപ്പെടുന്നത് പോലെ വേഗത്തിൽ ഈ റോഡ് പണികൾ നടക്കുന്നുണ്ടോ? തോറ്റുപോകുന്ന അവസ്ഥയിലാണ് യഥാർത്ഥ റോഡ് എന്നുള്ളതാണ് ഒരു കഷ്ടാവസ്ഥ. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം എന്താണ് അവർ പറയുന്നത് എന്നുള്ളത്. എത്ര സമയമായി റോഡ് ഇവിടെ പൊളിഞ്ഞ മേളിലായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ ഇവിടുത്തുകാരനല്ല, എറണാകുളം ജില്ലക്കാരനാണ്. പക്ഷേ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് 2.5 മാസത്തിൻ്റെ മേളിലായിരുന്നു. അത് തന്നെയല്ല, ഇതിന് സിഗ്നൽ രാത്രി കാലങ്ങളിൽ കാണുന്നില്ല. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറിയ മഴ പെയ്താലും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ട്രാഫിക്കിൻ്റെ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള റോഡ് പണി കുഴിക്കലൊക്കെ 2-3 വർഷമായിട്ട് പല ഘട്ടങ്ങളാണ് നടക്കുന്നത്. പലതവണ റോഡ് കുഴിക്കുന്നു, വീണ്ടും ടാർ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊരു വലിയ രീതിയിലേക്കുള്ള ഒരു ദുരന്തമായി മാറിയത് ശരിക്കും ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ്. ഇവിടെ ഒരു ദിവസം രാവിലെ വരുമ്പോൾ കാണുന്നത് ഏതാണ്ട് ഇതിൻ്റെ മധ്യഭാഗത്ത്, ഈ റോഡിൻ്റെ മധ്യഭാഗത്ത് വലിയൊരു കുഴി, അതായത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ കഴിയാത്തൊരു കുഴി ഈ റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് രൂപപ്പെട്ടു. ഈ രാത്രി അർദ്ധരാത്രി വലിയൊരു കുഴി ഉണ്ടാകുന്നു. രാവിലെ സ്കൂളിലേക്ക് വന്ന കുട്ടികൾ, രക്ഷാകർത്താക്കൾ, ഇവിടെ ഒരു ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂൾ കൂടിയാണ്. അങ്ങനെ കന്യാസ്ത്രീകൾ വലിയ രീതിയിൽ അവിടുത്തെ അധ്യാപികമാരൊക്കെയാണ്. അവരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധവുമായി ഇറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വിവരം അറിയുന്നത് ഈ റോഡ്. കാരണം അവരെപ്പോഴും ഉപയോഗിക്കുന്ന റോഡാണ്. അങ്ങനെയാണ് ഇതിന്റെ ഈ ദുരിതകാലം. ഫെബ്രുവരി ആദ്യം പറയുമ്പോൾ ഇപ്പോൾ മെയ് പകുതിയാകുന്നു. ഈ 3 മാസം 2.5 മാസത്തിലേറെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സൈത്ത, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാട് നിന്ന് ജഗതിയിലേക്ക്, പൂജപ്പുരയിലേക്ക് പോകുന്ന റോഡിന്റെ ഭാഗത്താണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി റോഡ് കുഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹോളി ഏഞ്ചൽ സ്കൂളിന് മുമ്പിൽ എങ്ങനെയാണോ സമാനമായ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ ഗർത്തങ്ങളാണ് ഇവിടെ. ഈ കുഴികളിൽ വേണം മറ്റ് പൈപ്പുകളൊക്കെ സ്ഥാപിച്ച ഈ നിർമ്മാണം ഈ 10-15 ദിവസത്തിനകം പൂർത്തിയാക്കാനാണെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. പക്ഷേ അത് പുരോഗമിക്കുമ്പോഴും അതിന്റെ കെടുതി സാധാരണക്കാരായ യാത്രക്കാർ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എങ്ങനെയൊക്കെയുണ്ട് കച്ചവടമൊക്കെ? ആൾക്കാർ ആരെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ടോ? വർഷം കൊണ്ട് നമ്മൾ നരകിക്കുന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഈ മഴയിൽ കൂടെ ഞാൻ ഈ വെള്ളപ്പൊക്കം അത്രയും വെള്ളം കോരി മാറ്റുകയാണ് ചെയ്തത്. ഒരു നിവർത്തിയില്ല, പട്ടിണിയാണ്. എന്ത് നല്ല കച്ചവടം നടക്കുന്ന കടയാണെന്നറിയാം. വാട്ടർ അതോറിറ്റിക്കാരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്. കാരണം അവർ ഇത് കൃത്യമായിട്ട് ഇത് ചെയ്ത് തീർക്കുന്നില്ല. ഒരു കരാറുകാർക്ക് കൊടുക്കും, അവർക്ക് ഇത്ര ദിവസം കൊടുക്കും, അവരെ നിന്ന് മാറ്റി വേറെ കരാറിന് കൊടുക്കും. ഇതിവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പണി തന്നെ ഇത് ഇപ്പൊ 2 മാസമായി. ഞങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ചാനലിൽ അന്വേഷിച്ച് വന്നതാണ്. നമ്മൾ പെട്ട് നിൽക്കുക. ഇതെന്താ ഇങ്ങനെയാണോ സ്ഥിരമായിട്ട് കിടന്നുകൊണ്ടിരുന്നത്? ഇങ്ങനെ തന്നെയാണ്. വീണ് 2 മുട്ടും പൊട്ടി അങ്ങനെയൊക്കെ ഞങ്ങളുടെ വീട് അങ്ങോട്ടാണ്. ഒരു ഓട്ടോ പോലും വരൂല. എത്ര കാലം കൊണ്ട് തുടങ്ങിയെന്നറിയാം. ഇതിനിടയ്ക്ക് കുറെ അമ്മമാർ കൊണ്ടത് കുറെ പണം കൊടുത്ത് ഒരു ഇതെടുത്ത് അവിടെ നെങ്ങാത്തമ്പര ആൾക്കാരെ നടത്തിച്ച് ജാഥ ഉണ്ടാക്കി. എത്ര കിട്ടി? ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അല്ലേ? അവരെ ഇലക്ഷന്റെ സമയത്തായിരുന്നു. അപ്പൊ കുറെ വോട്ട് കിട്ടി. അതാണ് ഇത്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയുടെ ഒരു ദേഷ്യമാണോ കണ്ടത്? അത് സ്വാഭാവികമാണ്. ഇത്ര വർഷമായില്ലേ ഇങ്ങനെ കിടക്കുന്നു, പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ചേട്ടാ പോവാം. അല്ല ഏട്ടാ, അതെന്താ പിന്നെ ഇതിനിങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി പോകേണ്ട അവസ്ഥ? ഇറങ്ങിപ്പോണ്ട അവസ്ഥ. ഇവിടെ റോഡ് പൊളിഞ്ഞടക്കല്ലേ, ഇതിലെങ്ങനെ നമുക്ക് ഇങ്ങനെ പോകുന്നില്ലേ? ഇത് കുറെ ആയോ ചേട്ടാ ഇങ്ങനെ ആയിട്ട്? കുറെ നാളായി. അവര് കുറച്ച് പണിയും പിന്നെ പൊളിക്കും, പിന്നെയും നമത്തും പിന്നെയും പൊളിക്കും, ഇങ്ങനെ നടക്കും. വണ്ടിക്കൊന്നും പോകില്ല. സാധാരണ സ്കൂട്ടർ കണ്ടില്ല പോകണം, അതുപോലും പോകാൻ നടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയിലായി. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മളെ സർക്കാരല്ലേ. തിരുവനന്തപുരം നഗരത്തിലെ യാത്രാക്ലേശത്തിന്റെ മറ്റൊരു കാഴ്ചയാണിത്. തൈക്കാട് ഭാഗമാണിത്. തിരുവനന്തപുരം നഗരഹൃദയമാണ് തൈക്കാട് ആശുപത്രി. അവിടെ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക്, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കും DGPയുടെ ഓഫീസിലേക്കും ഒക്കെ പോകുന്ന സ്ഥലമാണ്. നോർക്കയിലേക്കും അതോടൊപ്പം തന്നെ ഗസ്റ്റ് ഹൗസുകൾ, റെസ്റ്റ് ഹൗസും ഗസ്റ്റ് ഹൗസും ഉണ്ട്. അങ്ങനെ വിവിധ ഓഫീസുകൾ. റെയിൽവേയുടെ ആസ്ഥാനം ഈ റോഡിന് വശത്താണ്. ഈ തരത്തിൽ വളരെ ജനത്തിരക്കുള്ള തിരുവനന്തപുരം നഗരഹൃദയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇടം. ഏതെങ്കിലും വികസന പദ്ധതികൾക്ക് ഞങ്ങൾ എതിരല്ല, ഏതെങ്കിലും രാഷ്ട്രീയത്തിനോ ഏതെങ്കിലും സർക്കാരുകൾക്കോ എതിരല്ല. മറിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കരുതി മുന്നോട്ട് വരുന്ന ചില വികസന പദ്ധതികൾ എങ്ങനെ വിപരീത ഫലം ഉണ്ടാക്കും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ഉദാഹരണങ്ങളെ ഞങ്ങൾ പറയുന്നതാണ്. ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതാണ്. ഒന്ന്, മൺസൂൺ ആരംഭിക്കുന്നു, മഴക്കാലം വരുന്നു, തൊട്ടു പിന്നാലെ തന്നെ അധ്യയന വർഷവും ആരംഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ റോഡുകൾ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ദുരവസ്ഥ ഒന്ന് അധികൃതരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്തത്. വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് കൂടുതൽ മികച്ചതാവണം. കൂടുതൽ നല്ല രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തില്ലെങ്കിൽ വിപരീത ഫലമുണ്ടാക്കും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ച ഈ നഗരക്കാഴ്ചകൾ. എന്തായാലും അധികൃതർ ഇത് ഏറ്റെടുക്കണം, ഇതിന് പരിഹാരമുണ്ടാവണം. തലസ്ഥാന നഗരത്തിൽ നിന്നും ടീം ന്യൂസ് 18.
ഈ റോഡുകൾ എന്ന് ഗതാഗത യോഗ്യമാകും എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അറ്റകുറ്റപ്പണി തുടരുന്നു എന്നതാണ്. പക്ഷേ മഴ വന്നു കഴിഞ്ഞു, അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഇനി എത്ര നാൾ കാത്തിരിക്കണം ഈ റോഡുകൾ തുറക്കാൻ? വരും ദിവസങ്ങളിലും ഈ ക്യാമ്പയിൻ ന്യൂസ് 18 തുടരും. മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ്നാട് കമ്പത്ത് 3 പേരെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം വാകത്താനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ജോർജ് പി സ്കറിയ, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത്. ഇവരെ കാണാനില്ലെന്ന് കാണിച്ച് വാകത്താനം പോലീസിൽ പരാതിയുണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇവർ നാടുവിട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. തമിഴ്നാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ തെറ്റായി നടന്നിരുന്നു. അവയവം മാറിയായിരുന്നു ശസ്ത്രക്രിയ. കൈവിരലിന് പകരം നാവിന്റെ ശസ്ത്രക്രിയയാണ് നടത്തിയത്. 4 വയസ്സുകാരിയായ കുട്ടിക്കായിരുന്നു ഈ ശസ്ത്രക്രിയ. പക്ഷേ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടായിരുന്നില്ല. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പങ്കുവച്ചു. കയ്യിലെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തിയിൽ പരാതി അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർക്ക് ഇക്കാര്യത്തിൽ അബദ്ധം പറ്റിയിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അടുത്ത ബുള്ളറ്റിനിലും ഉണ്ടാകും. ഇന്ത്യ തിളങ്ങാൻ കൂടുതൽ പെൺകുട്ടികൾ സാങ്കേതികവിദ്യ തിരഞ്ഞെടുക്കണമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡയറക്ടർ ഇഷ അംബാനി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിനും സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ വിദ്യാഭ്യാസം നേടുന്നതിനും പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രചോദിപ്പിക്കുന്നതിനുള്ള തന്റെ കാഴ്ചപ്പാടുകളും ഇഷ പങ്കുവച്ചു. ഗേൾസ് ഇൻ ICT ഡേ ഇന്ത്യ 2024 എന്ന പരിപാടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇഷ അംബാനി. Strengthening our STEM curricula to promote equal participation is crucial. We must consult gender equality experts to ensure our learning material are free of biases and resonate with both genders. The government, under the stewardship of our visionary Prime Minister, Shri Narendra Bhai Modi, is making alterations and necessary course corrections, and the results are already showing. In the last decade, there's been a 6% increase in women's representation in the tech workforce. However, we still have a long way to go to make it a 50-50 man-woman ratio in every sphere of technology and across hierarchies. With the government doing its part, industry too must chip in to catalyze the transformation. The tech firms too must play their part, devising ways and means to ensure that the career of no woman engineer gets stagnated. Every woman gets the chance, like their male counterparts, to bloom to their fullest. Dear friends, let us pledge to transform our societal frameworks and educational. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി ജൂൺ 6-ന് കുവൈറ്റിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം ബൂട്ടഴിക്കുമെന്ന് ഛേത്രി പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാണ് സുനിൽ ഛേത്രി. നിലവിലെ ഫുട്ബോളർമാരിൽ ഏറ്റവും കൂടുതൽ രാജ്യാന്തര ഗോളുകൾ നേടിയവരുടെ പട്ടികയിൽ 3ാമതാണ് ഛേത്രി. 150 മത്സരങ്ങളിൽ നിന്ന് 94 ഗോളുകൾ സ്വന്തമാക്കിയ ഛേത്രിക്ക് മുന്നിലുള്ളത് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ്. 2011-ൽ അർജുന അവാർഡ് 2019-ൽ പത്മശ്രീയും ലഭിച്ചു. 2005-ൽ പാകിസ്ഥാനെതിരെയായിരുന്നു ഛേത്രിയുടെ അരങ്ങേറ്റം. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇന്ത്യൻ നായകന്റെ വിരമിക്കൽ പ്രഖ്യാപനം. This coach, that team, that member, that ground, that away match, this good game, that bad game, all my individual performances, everything came, all the flashes came. വെടിവെപ്പിൽ ഗുരുതര പരുക്കേറ്റ സ്ലൊവാക്യൻ പ്രധാനമന്ത്രിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. റോബർട്ട് ഫിക്കോ അപകടനില തരണം ചെയ്തതായി ഉപപ്രധാനമന്ത്രി അറിയിച്ചു. ഹാൻലോവയിൽ മന്ത്രിസഭായോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് റോബർട്ട് ഫിക്കോയ്ക്ക് നിരവധി തവണ വെടിയേറ്റത്. ഫിക്കോയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. റോബർട്ട് ഫിക്കോയ്ക്ക് നേരെ വധശ്രമമുണ്ടായതായി സർക്കാർ സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6765, പവന് 54,120. 18 ക്യാരറ്റ് ഗ്രാമിന് 5650, പവന് 45,200. വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.
താമസിച്ചിട്ടുണ്ട്.